بسم الله الرحمن الرحيم. ولما أن جاءت رسلنا لوطا سيء بهم وضاق بهم ذرعا وقالوا لا تخف ولا تحزن إنا منجوك وأهلك إلا امرأتك كانت من الغابرين إنا منزلون على أهل هذه القرية رجزا من السماء بما كانوا يفسقون ولقد تركنا منها آية بينة لقوم يعقلون. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പദം 1353 ദിവസത്തിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. വിശുദ്ധ ഖുർആനിലെ 29-ാമത്തെ അധ്യായമായ സൂറത്തുൽ അൻകബൂത്തിലെ 33 മുതൽ 35 വരെയുള്ള ആയത്തുകളാണ് ഇന്ന് പഠന വിധേയമാക്കുന്നത്. ക്ലാസ് ആരംഭിക്കുന്നതിനായി ആദരണീയനായ ഡോക്ടർ എ വിലായത്തുള്ള സാഹിബിനെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ولما أن جاءت رسلنا لوطا سيء بهم وضاق بهم ذرعا وقالوا لا تخف ولا تحزن إنا منجوك وأهلك إلا امرأتك كانت من الغابرين إنا منزلون على أهل هذه القرية رجزا من السماء بما كانوا يفسقون ولقد تركنا منها آية بينة لقوم يعقلون. صدق الله العلي العظيم. സൂറത്തുൽ അൻകബൂത്തിലെ 33 മുതൽ 35 വരെയുള്ള ആയത്തുകളാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ളത്. അല്ലാഹുവിന്റെ ദൂതന്മാർ, മലക്കുകൾ ഇബ്രാഹിം അലൈഹിസ്സലാമിനെ സന്ദർശിച്ച കാര്യമാണ് നമ്മൾ കഴിഞ്ഞ ദിവസം വായിച്ച ഭാഗത്ത് അല്ലാഹു വിവരിക്കുകയുണ്ടായത്. സന്തോഷ വാർത്തയുമായിട്ടാണ് ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന്റെ അടുക്കൽ ദൈവിക ദൂതന്മാരായി മാലാഖമാർ എത്തുന്നത്. അദ്ദേഹത്തിന് ഇസ്ഹാഖ് എന്നൊരു പുത്രൻ ജനിക്കാൻ പോകുന്നു. അദ്ദേഹത്തിനെ തുടർന്ന് അടുത്ത തലമുറയിൽ യാക്കൂബ് എന്ന പേരിലുള്ള ഒരു പുത്രൻ ജനിക്കാൻ പോകുന്നു. അവരിലൂടെ പ്രവാചകത്വം നിലനിർത്തപ്പെടാൻ പോകുന്നു. തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ അടങ്ങിയ സന്തോഷ വാർത്തയുമായിട്ടാണ് മലക്കുകൾ ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ അടുക്കൽ എത്തുകയുണ്ടായത്. മലക്കുകളുടെ ആ ഘട്ടത്തിൽ ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന് കാണാനായ മലക്കുകളുടെ രൂപവും രീതിയും ഒക്കെ വെച്ചുകൊണ്ട് ഭയപ്പെടേണ്ട എന്തോ ഒന്ന് സംഭവിക്കാൻ പോകുന്നു എന്ന ഒരു തോന്നല് ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന് ഉണ്ടായിട്ടുണ്ട്. ആ ഘട്ടത്തിലാണ് മലക്കുകൾ ഇബ്രാഹിം അലൈഹി ഇസ്ലാമിനോട് പറയുന്നത്, ഈ നാട്ടിലെ ആളുകളെ ഞങ്ങൾ നശിപ്പിക്കാൻ പോവുകയാണ്. ആ നാട്ടിലെ ആളുകൾ മഹാതാന്തോന്നികളായി മാറിയിരിക്കുന്നു, അക്രമികളായി മാറിയിരിക്കുന്നു. ലൂത്ത് അലൈഹി ഇസ്ലാമിന്റെ ജനത അധിവസിച്ചിരുന്ന ഭൂപ്രദേശത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് മലക്കുകൾ ഇക്കാര്യം വെളിപ്പെടുത്തുകയുണ്ടായത് എന്നത് ഈ വിവരണത്തിൽ നിന്ന് അതിനെ തുടർന്ന് വരുന്ന ആയത്തുകളുടെ
പരാമർശങ്ങളിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ സാധിക്കും. ഫലസ്തീനിലെ അൽ ഖലീൽ പ്രദേശത്തായിരുന്നു ഇബ്രാഹിം അലൈഹിസ്സലാം ഉണ്ടായിരുന്നത്. ജോർദാന്റെ ഭാഗമായി ഇന്ന് ചാവുകടലിനടിയിൽ അകപ്പെട്ട് കിടക്കുന്ന ചില ഭൂപ്രദേശങ്ങൾ അൽ ഖലീൽ പ്രദേശത്തെ പർവ്വതങ്ങളുടെ മുകളിൽ നിന്ന് നോക്കിയാൽ കാണുന്ന വിധത്തിലുണ്ടായിരുന്ന ഇടങ്ങൾ. ലൂത്ത് അലൈഹിസ്സലാമിന്റെ ദൗത്യ നിർവഹണ മേഖല അതായിരുന്നു. ആ പ്രദേശത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് അവിടുത്തുകാർ താന്തോന്നികളായി, ലാലിമുകളായി, അക്രമികളായി മാറിയിരിക്കുന്നു എന്ന് മലക്കുകൾ പറയുകയുണ്ടായത്. ഇബ്രാഹിം അലൈഹിസ്സലാമിന് ഒരു ഞെട്ടലാണ് ആ വെളിപ്പെടുത്തൽ ഉണ്ടാക്കിയത്. അദ്ദേഹം ഉടനെ പറഞ്ഞത്, അവിടെ ലൂത്തുണ്ടല്ലോ, അള്ളാഹുവിന്റെ ദൂതനായി നിയോഗിക്കപ്പെട്ട ലൂത്ത് അലൈഹിസ്സലാം അവർക്കിടയിൽ ദൈവിക ദൗത്യം നിർവഹിച്ചുകൊണ്ട് ജീവിക്കുന്നുണ്ടല്ലോ എന്നതാണ് ഇബ്രാഹിം അലൈഹിസ്സലാം ചൂണ്ടിക്കാണിച്ചത്. മലക്കുകൾ പറഞ്ഞത്, ഞങ്ങൾക്കറിയാം ആരൊക്കെയാണ് അവിടെ ഉള്ളത് എന്ന് നന്നായി അറിയുന്നവരാണ് ഞങ്ങൾ. ലൂത്തിനെയും അദ്ദേഹത്തിന്റെ കുടുംബത്തെയും നാം തീർച്ചയായിട്ടും രക്ഷപ്പെടുത്തുന്നതാണ്. അദ്ദേഹത്തിന്റെ പത്നിയെ രക്ഷപ്പെടുത്തുകയില്ല. അവള് മാറി നിൽക്കുന്ന, നാട്ടിൽ അവശേഷിക്കുന്ന, ശിക്ഷ ഏറ്റുവാങ്ങാനിരിക്കുന്നവരുടെ കൂട്ടത്തിലായിരിക്കും എന്നാണ് ആ ഘട്ടത്തിൽ മലക്കുകൾ ഇബ്രാഹിം അലൈഹിസ്സലാമിനോട് വെളിപ്പെടുത്തുന്നത്. ഇതിനെ തുടർന്നുണ്ടായ സംഭവങ്ങളാണ് ഇന്ന് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ള ആയത്തുകളിൽ വിവരിക്കപ്പെടുന്നത്. വലമ്മാൻ ജാഅത്ത് റുസുലുന, യഥാർത്ഥത്തിൽ ഈ ദൂതന്മാർ, ഈ ദൈവിക ദൗത്യവുമായിട്ട് വന്ന മലക്കുകൾ ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന്റെ അടുക്കല് ഒരു സന്തോഷ വാർത്തയുമായിട്ടാണ് വന്നതെങ്കിൽ ലൂത്ത് അലൈഹി ഇസ്ലാമിന്റെ നാട്ടിലേക്ക് പോകുന്നത് ആ നാട് നശിപ്പിക്കുക എന്ന, ആ നാട്ടിലെ ആളുകളെ മുഴുവനും ഒരു ദൈവിക ശിക്ഷ നൽകി ഒരു പാഠം പഠിപ്പിക്കുക എന്ന ഒരു ഉദ്ദേശത്തോടു കൂടിയാണ്. വലമ്മ അൻ ജാഅത്ത് റുസുലുന ലൂത്തൻ, അങ്ങനെ നമ്മുടെ ദൂതന്മാർ, നമ്മുടെ ഈ മലക്കുകൾ ലൂത്തിന്റെ അടുക്കൽ എത്തിയപ്പോൾ, ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന്റെ അടുക്കൽ വന്ന ഈ ദൂതന്മാരാണ് ലൂത്ത് അലൈഹി ഇസ്ലാമിന്റെ അടുക്കൽ എത്തുന്നത്. അങ്ങനെ ഈ ദൈവിക ദൂതന്മാരായി പ്രവാചകന്മാരുടെ അടുക്കലേക്ക് വന്ന ആ മലക്കുകൾ ലൂത്ത് അലൈഹി ഇസ്ലാമിന്റെ അടുക്കൽ എത്തിയപ്പോൾ ബിഹിം, അദ്ദേഹത്തിന് വല്ലാത്ത മനക്ലേശം അനുഭവപ്പെട്ടു. എന്റെ അടുക്കല് 2-3 യുവ കോമളന്മാരായ ആളുകൾ വന്നിരിക്കുകയാണ്. ലൂത്ത് അലൈഹിസ്സലാം അന്ന് അധിവസിച്ചിരുന്ന ആ നാട്ടിലെ ആളുകളുടെ സ്വഭാവവും അവരുടെ സംസ്കാരവും അവരുടെ പെരുമാറ്റ രീതികളും ഒക്കെ അറിയുന്ന അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം താൻ ഈ അതിഥികളുടെ കാര്യത്തില് തീർച്ചയായിട്ടും അപമാനിതനാകാൻ പോവുകയാണ് എന്ന് ബോധ്യപ്പെടുകയാണ്. ആകാര സൗകുമാര്യമുള്ള യുവ കോമളന്മാരായ അതിഥികളാണ് അവിടെ വന്നു കയറിയിട്ടുള്ളത്. ഇവരുടെ കാര്യത്തില് ഈ വൃത്തികെട്ടവന്മാർ എന്തൊക്കെ കുഴപ്പങ്ങളാണ് ഉണ്ടാക്കാൻ പോകുന്നത് എന്ന ആലോചന, അത് ലൂത്ത് അലൈഹി ഇസ്ലാമില് വല്ലാത്തൊരു മനക്ലേശം സൃഷ്ടിച്ചു. വലമ്മ അൻ ജാഅത്ത് റുസുലുന, നമ്മുടെ ദൂതന്മാര് ലൂത്തിന്റെ അടുക്കലേക്ക് വന്നു കയറിയപ്പോ ബിഹിം, അവരുടെ കാര്യത്തിലുള്ള ആശങ്കകളും ഭയപ്പാടുകളും കാരണമായി അദ്ദേഹം വല്ലാത്ത മനക്ലേശത്തിലായി. വലാഖ ബിഹിം ദറ, അവരെ കുറിച്ചുള്ള ആലോചനയിൽ അദ്ദേഹത്തിന്റെ മനസ്സിന്റെ സ്വാസ്ഥ്യം തന്നെ നഷ്ടപ്പെട്ടു.
അദ്ദേഹത്തിന് അവരുടെ ആഗമനത്തിൽ വല്ലാത്ത പരിഭ്രമം അനുഭവപ്പെട്ടു, മനക്ലേശം അനുഭവപ്പെട്ടു. അദ്ദേഹം വലിയ ബുദ്ധിമുട്ട് നേരിടുന്ന ഒരു മാനസികാവസ്ഥയിലായി തീർന്നു. ഇതാണ് അള്ളാഹു അതിനെ കുറിച്ച് പറയുന്നത്. വലമ്മ അൻ ജാഅത്ത് റുസുലുനാ ലൂതൻ സീഅ ബിഹിം വളാഖ ബിഹിം ദറഅ. നമുക്കതിന്റെ ആ സന്ദർഭവും ആ സാഹചര്യമൊക്കെ ഉൾക്കൊള്ളാൻ സാധിക്കുകയാണെങ്കിൽ ലൂത്ത് അലൈഹിസ്സലാം അനുഭവിച്ച മനക്ലേശത്തിന്റെ ആഴവും പെരുപ്പവും ഒക്കെ ഉൾക്കൊള്ളാൻ പ്രയാസം ഉണ്ടാവില്ല. വഷളന്മാരായ അങ്ങേയറ്റത്തെ നീചവൃത്തി നിർലജ്ജം ചെയ്യുന്നതിന് യാതൊരു ഒളിയും മറയുമില്ലാത്ത സംസ്കാരശൂന്യരായ ആ ആളുകളുടെ ഇടയിൽ ജീവിക്കേണ്ടി വന്ന ഒരു ഉത്കൃഷ്ടനായ മനുഷ്യന്റെ മാനസിക പ്രയാസം നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഈ ആളുകള് ലൂത്ത് അലൈഹിസ്സലാമിന്റെ അടുക്കൽ യുവകോമളന്മാരുടെ രൂപത്തിൽ വന്ന മലക്കുകളുടെ സാന്നിധ്യം അറിയാൻ കഴിഞ്ഞപ്പോ എങ്ങനെയാണ് പ്രതികരിക്കുകയുണ്ടായത് എന്ന കാര്യമൊക്കെ നമ്മൾ പിന്നിട്ട പല സൂറത്തുകളിലും വിശദമായി വിവരിക്കപ്പെടുന്നത് കാണുകയും മനസ്സിലാക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അതിവിടെ സംക്ഷിപ്തമായിട്ട് പറയുകയാണല്ലോ. വലമ്മാൻ ജാഅത്ത് റുസുലുന ലൂതൻ, നമ്മുടെ ദൂതന്മാര് ലൂത്തിന്റെ അടുക്കലേക്ക് ചെന്ന് കയറിയപ്പോ സീഅ ബിഹിം, അദ്ദേഹത്തിന് വലിയ മനക്ലേശം അനുഭവപ്പെട്ടു. വളാഖ ബിഹിം ദറഅ, ആ വന്നു കയറിയ ആളുകളുടെ കാര്യത്തിൽ അദ്ദേഹത്തിന് വല്ലാത്ത മാനസിക പ്രയാസം അനുഭവിക്കേണ്ടി വന്നു. ലാഖ എന്ന് പറഞ്ഞ ഇടുക്കമുണ്ടായി എന്നാണ് അർത്ഥം. മനസ്സിന് വലിയ ഇടുക്കം അനുഭവപ്പെട്ടു. മനസ്സിന്റെ സ്വാസ്ഥ്യവും സമാധാനവും നഷ്ടപ്പെട്ട ഒരവസ്ഥയായി. വഖാലു, അപ്പോ അത് നിരീക്ഷിച്ചുകൊണ്ട് ആഗതരായ മലക്കുകള്, അവര് മനുഷ്യരൂപത്തിലാണ് വന്നിട്ടുള്ളത്, യുവകോമളന്മാരായ മനുഷ്യ സമൂഹത്തിലെ അംഗങ്ങളായിട്ടാണ് എത്തിയിട്ടുള്ളത്. അവര് പറഞ്ഞു, ലാ തഖഫ് വലാ തഹ്സൻ, ലൂത്ത് നീ പേടിക്കണ്ട, വ്യസനിക്കുകയും വേണ്ട, ദുഃഖവും വേണ്ട, ഭയപ്പാടും വേണ്ട. ഇതാണ് ലൂത്ത് അലൈഹിസ്സലാമിനോട് ആ ആഗതരായ യുവകോമളന്മാരുടെ ആകാരത്തില് പ്രത്യക്ഷപ്പെട്ടിട്ടുള്ള മലക്കുകൾ പറയുന്നത്. ലാ തഖഫ് വലാ തഹ്സൻ, തീർച്ചയായിട്ടും ഇന്ന മുനജ്ജൂക, താങ്കളെ നാം രക്ഷപ്പെടുത്തുക തന്നെ ചെയ്യും, അഹ്ലക, താങ്കളുടെ കുടുംബത്തെയും, ഇല്ലംറഅതക, താങ്കളുടെ പത്നി ഒഴികെയുള്ള കുടുംബത്തെ, കാനത്ത് മിനൽ ഗാബിരീൻ, അവള് തീർച്ചയായിട്ടും പിന്തി നിൽക്കുന്നവരുടെ കൂട്ടത്തിലായിരിക്കും. ഇതാണ് മലക്കുകൾ പറയുന്നത്. അവരുടെ സംസാരം തുടങ്ങുന്നത് ലാ തഖഫ് വലാ തഹ്സൻ എന്ന് പറഞ്ഞുകൊണ്ടാണ്. പേടിക്കണ്ട, ദുഃഖിക്കുകയും വേണ്ട എന്ന്. പേടി വരാനിരിക്കുന്ന കാര്യത്തെക്കുറിച്ചുള്ള ആലോചനയിൽ നിന്നാണല്ലോ ഉണ്ടാവുക. കഴിഞ്ഞു പോയ സംഗതിയെ കുറിച്ച് ആർക്കും പേടി ഉണ്ടാവാറില്ല. പേടി ഉണ്ടാവുന്നത് ടെൻഷൻ കാരണമായിട്ടാണ്. എന്ത് സംഭവിക്കും എന്നതിനെ കുറിച്ചുള്ള ആലോചനയാണ് പേടി സൃഷ്ടിക്കുന്നത്. ദുഃഖം അല്ലെങ്കിൽ വ്യസനം ഒക്കെ ഉണ്ടാവുന്നത് കഴിഞ്ഞു പോയ കാര്യങ്ങളുടെ കാരണത്താലാണ്. അപ്പോ സംഭവിച്ച കാര്യങ്ങൾ ഓർത്ത് വ്യസനിക്കുകയും വേണ്ട, വരാനിരിക്കുന്ന കാര്യങ്ങളുടെ കാര്യത്തില് ആകുലതയും വേണ്ട, ഭയപ്പാടും വേണ്ട. ഇതാണ് ലൂത്ത് അലൈഹി ഇസ്ലാമിനോട് മലക്കുകൾ പറയുന്നത്. രണ്ടു നിലക്കും ആ സന്ദർഭവുമായി യോജിച്ചൊരു കാര്യമാണ് ഇവിടെ പറയപ്പെട്ടിട്ടുള്ളത്. ലൂത്ത് അലൈഹി ഇസ്ലാം ദീർഘമായൊരു കാലം ആ സമൂഹത്തെ ഗുണദോഷിച്ചുകൊണ്ട് അവരെ സാംസ്കാരികമായി ശുദ്ധീകരിച്ച് ഉയർത്തിക്കൊണ്ടുവരാനുള്ള പ്രയത്നങ്ങളിലായിരുന്നു. അതിനോടൊക്കെ പുറംതിരിഞ്ഞു നിൽക്കുന്ന, എതിർപ്പും വിരോധവും കാണിച്ചുകൊണ്ട് മാത്രം പ്രതികരിക്കുന്ന ഒരു നിലപാടാണ് ആ നാട്ടുകാര് സ്വീകരിക്കുകയുണ്ടായത്. തീർച്ചയായിട്ടും ഏതൊരു പ്രവാചകനെ സംബന്ധിച്ചിടത്തോളവും അത് ദുഃഖമുണ്ടാക്കുന്ന, വ്യസനമുണ്ടാക്കുന്ന, പ്രയാസമുണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ്.
ഇപ്പോ ദൈവിക നടപടി അവരുടെ മേൽ നടപ്പിലാക്കപ്പെടാൻ വേണ്ടി മാലാഖമാർ എത്തിയിരിക്കുകയാണ്. തീർച്ചയായിട്ടും അള്ളാഹു നടപ്പിലാക്കാൻ പോകുന്ന ആ ദൈവിക ശിക്ഷ, അതിനെക്കുറിച്ച് സ്വന്തം ജനതയുടെ മേൽ പതിക്കാൻ പോകുന്ന ആ ശിക്ഷയെക്കുറിച്ചുള്ള ആലോചന ഏത് പ്രവാചകനിലും ഭയം ജനിപ്പിക്കുകയും ചെയ്യും. ഈ രണ്ട് നിലപാടും ആവശ്യമില്ല, അവരത് അർഹിക്കുന്നില്ല എന്നാണ് ലൂത്ത് അലൈഹിസ്സലാമിനോട് മലക്കുകൾ ഇവിടെ വെളിപ്പെടുത്തുന്നത്. പറയേണ്ട വിധത്തിലൊക്കെ അവരോട് പറഞ്ഞിട്ടുണ്ട്. അത് അവര് സ്വീകരിക്കാതിരുന്നതിന്റെ പേരിൽ അതിന്റെ ദുരന്തം, അതിന്റെ ആഖിബത്ത് അവര് തന്നെയാണ് ഏറ്റുവാങ്ങാൻ പോകുന്നത്. അതുകൊണ്ട് അക്കാര്യത്തില് വ്യസനം വേണ്ട. പിന്നെ അതിന്റെ പേരിൽ അള്ളാഹു നടപ്പിലാക്കാൻ പോകുന്ന ശിക്ഷയുടെ കാര്യത്തില് താങ്കള് ഭയപ്പാടൊന്നും കാണിക്കണ്ട. താങ്കളെ ബാധിക്കാൻ പോകുന്നില്ല. താങ്കളുടെയും കുടുംബത്തിന്റെയും കാര്യത്തില് ആ ദൈവിക നടപടി ബാധിക്കാത്ത വിധത്തിലാണ് അള്ളാഹു അത് നടപ്പിലാക്കാൻ പോകുന്നത് എന്നാണ് മലക്കുകൾ അറിയിക്കുന്നത്. ലാ തഖഫ് വലാ തഹ്സൻ ഇന്നാ മുനജ്ജൂക, നിശ്ചയമായിട്ടും നാം താങ്കളെ രക്ഷപ്പെടുത്തും. വ അഹ്ലക, താങ്കളുടെ കുടുംബത്തെയും. ലൂത്ത് അലൈഹി ഇസ്ലാമും കുടുംബവും എന്ന് പറയുമ്പോൾ ലൂത്ത് അലൈഹി ഇസ്ലാമും അദ്ദേഹത്തിന്റെ ആദർശ കുടുംബത്തിലെ അംഗങ്ങളും എന്ന് മനസ്സിലാക്കുന്നതാണ് കൂടുതൽ പ്രസക്തമായിട്ടുള്ളത്. രക്തബന്ധവും കുടുംബമൊക്കെ ഏതായാലും അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നുണ്ട്, അതിൽ നിന്ന് ഒരാളെ മാറ്റി നിർത്തപ്പെടുന്നുമുണ്ട്. കൂടാതെ ലൂത്ത് അലൈഹി ഇസ്ലാമിന്റെ ദൗത്യ നിർവഹണം ഉൾക്കൊണ്ടുകൊണ്ട് അദ്ദേഹത്തെ പിൻപറ്റാൻ സന്നദ്ധരായ ഒറ്റപ്പെട്ട ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ കാര്യത്തിൽ കൂടി ഇത് ബാധകമാണ് എന്ന് മനസ്സിലാക്കുന്നതാണ് കൂടുതൽ പ്രസക്തമായിട്ടുള്ളത്. ഇതുപോലെയുള്ള പല സംഗതികളിലും അങ്ങനെയുള്ള ഒരു വിശദീകരണത്തിന് പ്രസക്തി ഉണ്ട് എന്നത് നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ളതാണ്. ഇന്നാ മുനജ്ജൂക വാഹുലക്ക, താങ്കളെയും താങ്കളുടെ കുടുംബത്തെയും നാം രക്ഷപ്പെടുത്തുന്നതാണ്. ഇല്ലം റഅതക, താങ്കളുടെ പത്നിയെ ഒഴികെ. താങ്കളുടെ ഇമ്രഅത്തിനെ, താങ്കളുടെ പെണ്ണിനെ രക്ഷപ്പെടുത്താൻ പോകുന്നില്ല. കാനത്ത് മിനൽ ഗാഫിരീൻ, അവള് പിന്തി നിൽക്കുന്ന ആളുകളുടെ എന്ന് പറഞ്ഞാൽ ശിക്ഷ ഏറ്റുവാങ്ങേണ്ടി വരുന്ന ആളുകളുടെ കൂട്ടത്തിലായിരിക്കും എന്നാണ് മലക്കുകൾ പറയുന്നത്. ലൂത്ത് അലൈഹി ഇസ്ലാമിനും അദ്ദേഹത്തെ ഇത്തിബാഅ് ചെയ്യാൻ സന്നദ്ധരായ ആളുകൾക്കും അള്ളാഹുവിന്റെ നടപടി ഉണ്ടാകുന്നതിന് മുമ്പായിട്ട് ആ നാട്ടിൽ നിന്ന് മാറി നിൽക്കാൻ, പൊയ്ക്കൊള്ളാൻ നിർദ്ദേശം നൽകപ്പെട്ടിട്ടുണ്ട്. അവരവിടുന്ന് പോവുകയാണ്. തിരിഞ്ഞു നോക്കരുത് എന്നുകൂടി നിർദ്ദേശിക്കപ്പെടുകയുണ്ടായിട്ടുണ്ട്. അപ്പോ അവര് രക്ഷപ്പെടുത്തപ്പെടും. പക്ഷെ ലൂത്ത് അലൈഹി ഇസ്ലാമിന്റെ പത്നി ആ ശിക്ഷ ഏറ്റുവാങ്ങുന്ന നാട്ടിൽ അവശേഷിക്കുന്ന ആളുകളുടെ കൂട്ടത്തിലായിരിക്കും എന്നും ഈ മലക്കുകളോട് അറിയിക്കുകയാണ്. ഇന്നാ മുൻസിലൂന അലാ അഹ്ലി ഹാദിഹിൽ ഖറിയ, ഈ നാട്ടിലെ ആളുകളുടെ മേൽ നാം ഇറക്കാൻ പോവുകയാണ്. റിജ്സൻ മിനസ് സമാ, ആകാശത്ത് നിന്നുള്ള ഒരു ശിക്ഷ, ഒരു ദൈവികമായ ശിക്ഷ ഇവരുടെ മേൽ നടപ്പിലാക്കപ്പെടാൻ പോകുന്നു. ആകാശത്ത് നിന്ന് ഇറങ്ങി വരുന്ന, ആകാശത്ത് നിന്ന് അനുഭവിക്കേണ്ടി വരുന്ന ഒരു ശിക്ഷയാണ്. ഒരു അതിഭയങ്കരമായ മഴയാണ്. കാറ്റും മഴയും വന്ന് ആ മഴ തന്നെ ഒരു പ്രത്യേകതയുള്ള മഴയാണ്. ജലത്തിന്റെ രാസഘടനയെ തന്നെ മാറ്റിമറിക്കുന്ന വിധത്തിലുള്ള കെമിക്കൽ എലിമെന്റ്സ് വളരെയേറെ അടങ്ങിയിട്ടുണ്ടായിരുന്ന ഒരു മഴവർഷമായിരുന്നു അത് എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഒരുപക്ഷെ സൾഫറോ അതുപോലെയുള്ള സംഗതികളൊക്കെ അടങ്ങിയിട്ടുള്ള അങ്ങനത്തെ കല്ലുകളൊക്കെ വന്ന് പതിച്ച ഒരു മഴയായിരുന്നു അത്. ചാവുകടലിന്റെ സ്വഭാവം തന്നെ വ്യത്യസ്തമായി മാറിയതിന് ഈ മഴ വർഷമായിരുന്നു കാരണം എന്നാണ് മനസ്സിലാക്കപ്പെടുന്നത്. ഇപ്പൊ ഇവിടെ മലക്കുകൾ അറിയിക്കുന്നത് ഇന്നാ മുൻസിലൂന അലാ അഹ്ലി ഹാദിഹിൽ ഖറിയത്തി റിജ്സൻ മിനസ് സമാ, ഈ നാട്ടിലെ ആളുകളുടെ മേൽ ആകാശത്ത് നിന്നുള്ള ഒരു റിജിസ്, ഒരു ദൈവികമായ ശിക്ഷ
നാം ഇറക്കാൻ പോവുകയാണ്. ബിമാ കാനു യഫ്സുഖൂൻ, അവരുടെ തോന്യാസങ്ങൾ കാരണമായിട്ട്, അവരുടെ ഫുസൂഖ് കാരണമായിട്ട്, ഫാസിഖുകളായിട്ടാണ് അവർ ജീവിച്ചത്. താന്തോന്നികളും തെമ്മാടികളും തോന്യാസികളും ഒക്കെ ആയിട്ടാണ് അവർ ജീവിച്ചത്. അധാർമികതയുടെ ആൾരൂപങ്ങളായിട്ടാണ് അവരിവിടെ കഴിഞ്ഞുകൂടിയിട്ടുള്ളത്. അത് കാരണമായിട്ട് ആകാശത്ത് നിന്ന് ഒരു അടുത്ത ശിക്ഷ അവരുടെ മേൽ ഇറക്കാൻ പോവുകയാണ് എന്നാണ് മലക്കുകൾ അറിയിക്കുന്നത്. എന്നിട്ട് തുടർന്ന് പറയുന്നത്, അള്ളാഹു ആ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു കാര്യം പറയുകയാണ്. മലക്കുകളുടെ സംസാരത്തിന്റെ ഭാഗമല്ല. വലഖദ് തറക്ന മിൻഹ ആയതൻ ബയ്യിനതൻ ലിഖൗമി യഅഖിലൂൻ, നിശ്ചയമായിട്ടും വലഖദ് തറക്ന മിൻഹ, ആ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നാം അവശേഷിപ്പിച്ചിട്ടുണ്ട്, ആ നാട്ടില് ബാക്കിയാക്കിയിട്ടുണ്ട്, ആയതൻ ബയ്യിനതൻ, തെളിമയുള്ള ഒരു ദൃഷ്ടാന്തം. എക്കാലത്തുമുള്ള മനുഷ്യർക്ക് നിരീക്ഷിക്കാനും വിലയിരുത്താനും പഠിക്കാനും മനസ്സിലാക്കാനും പാഠം ഉൾക്കൊള്ളാനും ഉപകരിക്കുന്ന വിധത്തിലുള്ള ഒരായത്ത് നാം ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവശേഷിപ്പിച്ചിരിക്കുകയാണ്. വലഖദ് തറക്ന, നാം ബാക്കിയാക്കിയിരിക്കുന്നു, അവശേഷിപ്പിച്ചിരിക്കുന്നു. മിൻഹ, ഈ നാടുമായി ബന്ധപ്പെട്ടുകൊണ്ട് അല്ലെങ്കിൽ ഈ ദൈവിക നടപടിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിന്റെ ഭാഗമായിട്ടുള്ളത് ആയതൻ ബയ്യിനതൻ, ഒരു തെളിമയുള്ള വ്യക്തതയുള്ള, ആർക്കും നിഷേധിക്കാൻ കഴിയാത്ത വ്യക്തതയോടുകൂടി കാര്യങ്ങൾ ഉൾക്കൊള്ളാൻ സഹായിക്കുന്ന വിധത്തിലുള്ള ഒരു ചുണ്ടുപലക, അങ്ങനെയുള്ള ഒരു ദൈവിക പ്രതിഭാസം, അങ്ങനെയുള്ള ഒരു ദൃഷ്ടാന്തം, അത് നാം അവിടെ അവശേഷിപ്പിച്ചിട്ടുണ്ട്. ലിഖൗമിൻ യഅഖിലൂൻ, ബുദ്ധി പ്രയോജനപ്പെടുത്തുന്ന ഒരു സമൂഹത്തെ ഉദ്ദേശിച്ചുകൊണ്ട്, ബുദ്ധി പ്രയോജനപ്പെടുത്തുന്ന, അഖ്ല് ഉപയോഗപ്പെടുത്തുന്ന, ബുദ്ധി പ്രയോജനപ്പെടുത്തുന്ന ആളുകളെ ലക്ഷ്യമിട്ടുകൊണ്ട്, അത്തരം ആളുകളെ, അത്തരം സമൂഹങ്ങളെ ഉദ്ദേശിച്ചുകൊണ്ട് നാം ഒരു ബയ്യിനത്തായ ആയത്ത് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവശേഷിപ്പിച്ചിരിക്കുന്നു എന്നാണ് അല്ലാഹു ഇവിടെ പറയുന്നത്. മുഫസ്സിറുകൾ ചൂണ്ടിക്കാണിക്കുന്നത് ഈ ആയത്ത് ചാവുകടലാണ് എന്നാണ്. ഡെഡ് സി ആണ് ഈ ദൃഷ്ടാന്തം. ദൈവിക ശിക്ഷ സംഭവിക്കുന്നതിന് മുമ്പ് ഉണ്ടായിരുന്നതിൽ നിന്ന് വളരെ വ്യത്യസ്തമായ ഒരു സ്വഭാവ ഗുണത്തോടു കൂടിയാണ് ഈ ചാവുകടൽ എന്ന ലോകത്തെ ഒരേ ഒരു വ്യത്യസ്തത ഉള്ള ഒരു കടലാണത്. ഈ ചാവുകടലിനെ പോലെയുള്ള ഒരു കടല് ലോകത്ത് വേറെ ഇല്ല, ഒരു ജലാശയം വേറെ ഇല്ല. വളരെ വ്യത്യസ്തമായ ഒരു ജലാശയം, ഒരു കടൽ. ഈ ചാവുകടൽ എന്ന് പറയുന്നത് സമുദ്രങ്ങളെ പോലെയുള്ള ഒരു സമുദ്രമൊന്നുമല്ല, ഒരു വലിയ തടാകം എന്നോ അല്ലെങ്കിൽ ബാക്ക് വാട്ടർ എന്നൊക്കെ പറയാവുന്ന ഒരു ജലസ്രോതസ്സാണ്. അങ്ങനെയുള്ള ഒരു കടൽ, ഒരു കൊച്ചു കടൽ. അപ്പോ അങ്ങനെയുള്ള ആ ജലസ്രോതസ്സിനെ അള്ളാഹു ഒരു ആയത്തൻ ബയ്യിനത്തൻ ആക്കി അവശേഷിപ്പിച്ചിരിക്കുന്നു എന്നാണല്ലോ ഇവിടെ സൂചിപ്പിക്കുന്നത്. ഒരു ദൃഷ്ടാന്തം ബുദ്ധിയുള്ള, ആലോചനയുള്ള ആളുകൾ പ്രയോജനം ചെയ്യുന്നതിന് വേണ്ടിയായിട്ട് ഈ സംഭവങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് നാം അവിടെ അവശേഷിപ്പിച്ചിരിക്കുന്നു എന്നാണ് അള്ളാഹു പറയുന്നത്. ഒരു പൊതുധാരണ ഖുർആൻ വ്യാഖ്യാതാക്കൾക്കിടയിൽ ഇത് സംബന്ധമായിട്ടുള്ളത് ഈ ദൃഷ്ടാന്തം ചാവുകടലാണ് എന്നതാണ്. ചിലരൊക്കെ ചാവുകടലിന് അടിയിലായിട്ട് അണ്ടുപോയിരിക്കുന്ന ലൂത്ത് അലൈഹി ഇസ്ലാമിന്റെ നാട്ടുകാർ അധിവസിച്ചിരുന്ന സൊഡോം ഗൊമോറ പോലെയുള്ള പ്രദേശങ്ങളാണ് എന്നൊക്കെ മനസ്സിലാക്കുന്നുണ്ട്. അതൊന്നും വലിയ വ്യത്യസ്തമായ ഒരു ആശയമല്ല. ചാവുകടലും ചാവുകടലിനടിയിൽ അകപ്പെട്ടു പോയ ആ ഗ്രാമങ്ങളും ഒക്കെ അടങ്ങിയിട്ടുള്ള ഒരു വലിയ ദൃഷ്ടാന്തം എക്കാലത്തേക്കുമായിട്ട് അള്ളാഹു അവശേഷിപ്പിച്ചിരിക്കുകയാണ്. ദൈവിക നടപടിയായിട്ട് മലക്കുകള് അവിടെ ഒരു പ്രത്യേക ശിക്ഷ നടപ്പിലാക്കിയപ്പോ ആ ഭൂപ്രദേശത്തെ ജലസ്രോതസ്സുകളുടെ
സ്വഭാവം തന്നെ മാറി എന്നാണ് സൂചിപ്പിക്കപ്പെടുന്നത്. അത് വലിയ സാന്ദ്രതയുള്ള ജലമായി മാറി. അവിടെ ആളുകൾക്ക് അതുപോലെ ജീവജാലങ്ങൾക്കും ഒക്കെ തന്നെ ആ വെള്ളത്തിൽ ആണ്ടുപോകാതെ ജലോപരിതലത്തില് അങ്ങനെ പൊങ്ങിക്കിടക്കാൻ കഴിയുന്ന വിധത്തില് ആ വെള്ളത്തിന് സാന്ദ്രത ഉണ്ടായിരിക്കുകയാണ്. ലോകത്ത് വേറെ ഏതെങ്കിലും ജലസ്രോതസ് ഈ വിധത്തിലുണ്ടോ എന്നത് നിലവില് നമ്മുടെ അറിവിൽപ്പെട്ട യാതൊന്നുമില്ല. ഈ പ്രദേശത്ത് ഈ ചാവുകടലിലെത്തിയ ആളുകള് ചാവുകടലിന്റെ ഉപരിതലത്തിൽ മലർന്നു കിടന്ന് പുസ്തകം വായിക്കുകയോ ഒക്കെ ചെയ്യുന്ന ചിത്രങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. സമീപകാലത്തായി ധാരാളം ആളുകൾ ഈ പ്രദേശങ്ങൾ സന്ദർശിക്കാറുണ്ട്. പ്രത്യേകിച്ച് അതിനു വേണ്ട അന്തർദേശീയ ടൂർ പാക്കേജുകൾ ഒക്കെ നടപ്പിലാക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളുള്ളത്. അപ്പോ എക്കാലത്തെയും ആളുകൾക്കായിട്ട് ഒരു ദൃഷ്ടാന്തമായി നാം അവിടെ ഒരു കാര്യം അവശേഷിപ്പിച്ചിരിക്കുന്നു എന്നാണ് അള്ളാഹുവിടെ സൂചിപ്പിക്കുന്നത്. ഇന്നാ മുനസ്സിലൂന അല അഹ്ലി ഹാദിഹിൽ ഖറിയ റിജ്സൻ മിനസ് സമാഇ ബിമാ കാനൂ യഫ്സഖൂൻ വലഖദ് തറക്നാ മിൻഹാ ആയതൻ ബയ്യിനതൻ ലിഖൗമി യഅഖിലൂൻ എന്നാണ് ഈ ലൂത്ത് അലൈഹിസ്സലാമിന്റെ സമൂഹത്തെ പരാമർശിച്ചുകൊണ്ടുള്ള വിവരണം ഇവിടെ അവസാനിപ്പിച്ചുകൊണ്ട് അള്ളാഹു പറയുന്ന കാര്യം. വേറെ ചില സൂറത്തുകളില് ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ നൽകപ്പെടുന്നുണ്ട്. നമ്മൾ നേരത്തെ പഠിച്ച സൂറത്തുകളിലും തന്നെ ഇതടങ്ങിയിട്ടുള്ളത് കാണാൻ സാധിക്കും. അപ്പോ ഒരിടത്ത് ഈ കടലിന് ചാവുകടൽ എന്ന പേരുള്ള പോലെ തന്നെ ലൂത്ത് അലൈഹിസ്ലാമുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ബഹ്റു ലൂത്ത് എന്ന് ഒരു പേരും പ്രചാരത്തിലുണ്ട്. അപ്പോ ലൂത്ത് അലൈഹിസ്ലാം അനുഭവിച്ചിരുന്ന ആ ഘട്ടത്തിൽ മലക്കുകൾ വന്നു കയറിയപ്പോ നാട്ടുകാർ കാണിച്ച സ്വഭാവ ദൂഷ്യത്തിന്റെ അല്ലെങ്കിൽ താന്തോന്നിത്വത്തിന്റെയും തെമ്മാടിത്തത്തിന്റെയും ഒക്കെ സ്വഭാവം കാരണമായി ലൂത്ത് അലൈഹി ഇസ്ലാം അങ്ങേയറ്റം മനക്ലേശം അനുഭവിച്ചു എന്ന കാര്യം ഇവിടെ ചൂണ്ടിക്കാണിക്കപ്പെട്ടല്ലോ. ഖുർആനിൽ വേറെ ഒരിടത്ത് ലൂത്ത് അലൈഹി ഇസ്ലാം പറയുന്നത് ഇങ്ങനെയാണ്: ലൗ അന്ന ലീ ബികും ഖുവ്വ, നിങ്ങളെ നേരിടാൻ വേണ്ട കരുത്ത് എനിക്കുണ്ടായിരുന്നെങ്കിൽ എന്നാണ് ആ അക്രമിക്കൂട്ടത്തോട് ലൂത്ത് അലൈഹി ഇസ്ലാം പറയുന്നത്. ഔ ആവി ഇലാ റുക്നിൻ ശദീദ്, അല്ലെങ്കിൽ എനിക്ക് ആശ്രയിക്കാൻ പറ്റുന്ന ശക്തനായ ഒരുത്തൻ എന്നോടൊപ്പം ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങളെ ഞാൻ ഈ തോന്യാസത്തിന് ഇറങ്ങി പുറപ്പെടുന്നതിൽ നിന്ന് അതിനനുവദിക്കാതെ നിങ്ങളെ ആട്ടിയോടിക്കുകയോ കൈകാര്യം ചെയ്യുകയോ ചെയ്യുമായിരുന്നു എന്ന വിധത്തിൽ ലൂത്ത് അലൈഹി ഇസ്ലാം പറയുന്നത് വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ മറ്റൊരിടത്ത് ഈ മലക്കുകൾ ലൂത്ത് അലൈഹി ഇസ്ലാമിനെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറയുന്നത് ഇങ്ങനെയാണ്: യാ ലൂത്ത് ഇന്നാ റുസുലു റബ്ബിക, ലൂത്തെ ഞങ്ങള് നിന്റെ നാഥന്റെ ദൂതന്മാരാണ്. ലൈ യസിലു ഇലൈക, അവർക്ക് നിന്റെ അടുക്കലേക്ക് കൈനീട്ടാൻ സാധിക്കില്ല, നിനക്കൊരു ഉപദ്രവവും ചെയ്യാൻ അവർക്ക് സാധിക്കില്ല. അവര് അക്രമിക്കൂട്ടമായിട്ട് നിന്നെ ഇടിച്ചിട്ട് അവരുടെ തോന്യാസങ്ങളിൽ ഏർപ്പെടാനൊക്കെ ഉദ്ദേശിക്കുന്നുണ്ടാകാം. പക്ഷെ ഒരിക്കലും തന്നെ നിന്റെ അടുക്കലേക്ക് കൈനീട്ടുവാൻ അവർക്ക് സാധിക്കുകയില്ല എന്നാണ് മലക്കുകള് ലൂത്ത് അലൈഹി ഇസ്ലാമിനെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറയുന്നത്. വൈന്നഹ ലബി സബീലി മുഖീം എന്നൊരു വിവരണം സൂറത്തുൽ ഹിജ്റിൽ കാണാൻ സാധിക്കും. മക്കയിലെയും പരിസരത്തെയും ആളുകളെ അഭിസംബോധന ചെയ്തുകൊണ്ട് അള്ളാഹു പറയുകയാണ്: ലൂത്ത് അലൈഹി ഇസ്ലാമിന്റെ സമൂഹം നശിപ്പിക്കപ്പെട്ടതിന് സാക്ഷ്യമായി ചില അടയാളങ്ങള് അള്ളാഹു അവശേഷിപ്പിച്ചിട്ടുണ്ട്. അത് അവർ കടന്നു പോകുന്ന വിശാലമായ രാജപാതയുടെ ഓരത്ത് തന്നെയാണ് എന്ന വിധത്തിലാണ് അവിടെ വിവരിക്കപ്പെടുന്നത്. ഇന്നഹ ലബി സബീലി മുഖീം, നടപ്പിലാക്കപ്പെട്ട നിലനിൽക്കുന്ന അവരുടെ ഒരു ഹൈവേ, വണിക്കുകൾ, കച്ചവടക്കാര് ചരക്കുകളുമായി നീങ്ങിയിരുന്ന അവരുടെ ഒരു വിശാലമായ പാത,
ആ പാതയോരത്ത് തന്നെയാണ് ഈ അവശിഷ്ടങ്ങളൊക്കെ ഉള്ളത് എന്നൊരു സൂചന ഖുർആൻ നൽകുകയാണ് സൂറത്തുൽ ഹിജ്റിൽ. സൂറത്തു സ്വാഫാത്തിൽ ഇങ്ങനെ കാണാം, വഇന്നകും ലതമുറൂന അലൈഹിം മുസ്ബിഹീൻ വബില്ലൈലി അഫലാ തഅഖിലൂൻ. നിങ്ങൾ ഈ വഷളന്മാരായ ആളുകൾ താമസിച്ചിരുന്ന പ്രദേശത്തിന്റെ പരിസരത്തുകൂടെ കാലത്തും രാവേറെ ചെന്നിട്ടും ഒക്കെ കടന്നു പോകുന്ന ആളുകളാണ്. നിങ്ങൾ അതിലൂടെ പ്രഭാത വേളയിലും രാത്രി നേരത്തൊക്കെ സഞ്ചരിക്കുന്നവരാണ്. നിങ്ങൾ യാത്ര ചെയ്ത് പോകുമ്പോ, കച്ചവട യാത്രകൾക്കായി പുറപ്പെടുമ്പോ ഈ പ്രദേശത്തൂടെയാണ് ലതമുറൂന അലൈഹിം, ഈ വഷളന്മാരായ ആളുകൾ ജീവിച്ചിരുന്ന പ്രദേശത്തിന്റെ പരിസരത്തുകൂടിയാണ് നിങ്ങൾ കടന്നു പോകുന്നത്. മുസ്ബിഹീൻ, വെളുക്കാൻ നേരത്ത് നിങ്ങൾ യാത്ര പുറപ്പെട്ടു പോകുന്ന സമയത്ത് പോകുന്നത് ഈ ആളുകൾ അധിവസിച്ചിരുന്ന ആ പാതയോരത്തുകൂടിയാണ്. അതുപോലെ വബില്ലൈൽ, രാത്രികാലത്തും നിങ്ങൾ കടന്നു പോകുന്ന വഴിയുണ്ടല്ലോ. രാത്രികാലത്ത് കടന്നു പോകുന്ന വഴി എന്ന് പറയുമ്പോൾ ആ കാലഘട്ടത്തില് തീർച്ചയായിട്ടും വലിയ വിശാലമായ രാജപാത തന്നെ ആയിരിക്കണം. കാരണം അക്കാലത്ത് നന്നായി തയ്യാറാക്കപ്പെട്ട വലിയ പാതകളിലൂടെ അല്ലാതെ ഒന്നും രാത്രികാലത്ത് കടന്നു പോകാൻ കഴിയില്ല. ഇന്നത്തെ പോലെ ഇലക്ട്രിഫിക്കേഷനുള്ള സൗകര്യങ്ങളൊന്നും ആയിട്ടില്ലാത്ത ഒരു കാലാണ്. അതുകൊണ്ട് ചെറിയ പാതയിലൂടെ ഒന്നും പോകാൻ കഴിയില്ല. വലിയ പാതകളിലൂടെ ഒക്കെ മാത്രമേ രാത്രികാലത്ത് അങ്ങനെ കടന്നു പോകാൻ കഴിയുള്ളൂ. അങ്ങനെയൊക്കെ കടന്നു പോകുന്ന വിശാലമായ രാജപാതയുടെ ഓരത്തായി കിടക്കുന്ന ചില ശേഷിപ്പുകളുണ്ട്. ഈ ആളുകളുടെ ഒരു കാലഘട്ടത്തിൽ അവര് ചെയ്ത തോന്യാസങ്ങളുടെ ഓർമ്മപ്പെടുത്തലായിട്ട്, അതിന്റെ പേരിൽ അള്ളാഹു അവരെ ശിക്ഷിച്ചതിന്റെ അടയാളങ്ങളായിട്ട് ചില കാര്യങ്ങൾ അവിടെ അവശേഷിക്കുന്നുണ്ട് എന്നാണ് സൂറത്തു സ്വാഫാത്തിൽ വിശുദ്ധ ഖുർആൻ വെളിപ്പെടുത്തുന്നത്. അപ്പോൾ പലയിടങ്ങളിലായിട്ട് ഈ കാര്യം കൂടുതൽ അള്ളാഹു വിശുദ്ധ ഖുർആനിൽ വിവരിക്കുന്നുണ്ട്. സൂറത്തു ഹൂദിലും സൂറത്തുൽ ഖമറിലും ഒക്കെ ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോ ലൂത്ത് ജനതയുടെ പ്രകൃതി വിരുദ്ധമായ പ്രവർത്തനങ്ങൾ സൂറത്തുൽ അറാഫിലും അതിന്റെ വിവരണങ്ങൾ കാണാൻ കഴിയും. 68-ാമത്തെ ആയത്തിൽ കൂടുതൽ വിശദാംശങ്ങൾ കാണാം. അപ്പൊ ഈ പ്രകൃതി വിരുദ്ധമായ വഷളൻ പ്രവർത്തനങ്ങൾ, അവർ ചെയ്ത അധാർമികതയുടെ, നിർലജ്ജതയുടെ, അവർ പ്രകടിപ്പിച്ച സ്വഭാവം, ഇത് കാരണമായിട്ട് കൂടിയാണ്. അത് മാത്രമല്ല, ഒന്നാമതായിട്ട് അവര് അള്ളാഹുവിനെ ഗൗനിക്കാത്ത ധിക്കാരികളായി മാറി എന്നതാണ് ഇവരുടെ മേലുള്ള ചാർജ് ഷീറ്റിൽ നമ്പർ 1 ഐറ്റം. അതിനെ തുടർന്നാണ് ഇവരുടെ ഈ അബദ്ധസഞ്ചാരവും തോന്നിവാസങ്ങളും അവർ കാഴ്ചവെച്ചിരുന്ന വഷളൻ ജീവിത രീതിയും ഒക്കെ വരുന്നത്. അപ്പൊ ഇതിനെ തുടർന്നാണ് അള്ളാഹു അവരുടെ മേൽ ദൈവിക ശിക്ഷ ഇറക്കി എക്കാലത്തെയും ജനങ്ങൾക്ക് പാഠം ഉൾക്കൊള്ളാൻ കഴിയുന്ന വിധത്തില് അതിന്റെ ചില ശേഷിപ്പുകൾ അവിടെ നിലനിർത്തുകയും ചെയ്തിട്ടുള്ളത് എന്നാണ് അള്ളാഹുവിടെ പറയുന്നത്. പാഠം ഉൾക്കൊള്ളാൻ സന്നദ്ധതയുള്ള കാര്യങ്ങളെ ബുദ്ധിപൂർവകമായി വിലയിരുത്തി മനസ്സിലാക്കാനും അതിൽ നിന്ന് ഗുണപാഠം ഉൾക്കൊള്ളാനും ഒക്കെ സന്നദ്ധതയുള്ള ആളുകളെ ഉദ്ദേശിച്ചുകൊണ്ടാണ് അള്ളാഹു ഇക്കാര്യങ്ങൾ ഇവിടെ വിവരിക്കുന്നത്. ഇന്നത്തെ സെഷൻ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. വാഖിർ ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ ഖുർആൻ പദം ഇവിടെ സമാപിക്കുന്നു. ഖുർആൻ പഠനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിർ ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.